ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങുമായിരുന്നു. നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ ഉറങ്ങുമായിരുന്നു ഗൈസ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാര്യമൊന്നുമല്ല, എനിക്ക് ഒന്ന് 10-12 ദിവസമായി കാണുമല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എന്താ വീഡിയോസ് ഇടാത്തത്? ഇതിൻ്റെ വീഡിയോസ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, കുറേ തിരക്കുകളായിരിക്കും, എന്തൊക്കെയൊക്കെയോ സംതിങ് പ്രോബ്ലംസ്. അപ്പോൾ അത് കാരണം വീഡിയോ ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു വീഡിയോ ഇടാൻ. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും ഇടാതിരുന്നു കേട്ടോ. കുറേ വീഡിയോസ് എൻ്റെ അടുത്ത് പെൻഡിങ് ഉണ്ട് സത്യത്തിൽ. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എടുത്ത വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ പെൻഡിങ്ങിലുണ്ട്, എന്നിട്ട് പോലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല ഗൈസ്. പിന്നെ ഈ ഇടയായിട്ട് ഉത്സവമൊക്കെ ആയിരുന്നു, വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ലെന്ന് വേണം പറയാൻ. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പറഞ്ഞൊരു പിടിയില്ല. മടിയാണോ അതല്ല, എന്താ വേറെന്താ അതും അറിയത്തില്ല ഗൈസ്. ഇപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നോട്ടിട്ട്. ഇപ്പം ഞാൻ പെൻഡിങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് വരണമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇന്നോട്ടിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ണമ്മ അതോടെ കിടന്നുറങ്ങും. കണ്ണമ്മ ഉച്ചയ്ക്ക് ഒത്തിരി നേരമായി കണ്ണമ്മ കിടന്നുറങ്ങിയിട്ട്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവനെ ഉണർത്താൻ. അവൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, അവൻ അപ്പം കിടന്നുറങ്ങിയതാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. 4 മണി കഴിഞ്ഞു. അപ്പോൾ അവനെ ഉണർത്തണം. ഇപ്പോൾ ഇന്നോട്ടിട്ട് നമ്മൾ വീണ്ടും പഴയ പല വീഡിയോസ് ഇട്ട് തുടങ്ങാൻ പോകണം കേട്ടോ. ഇപ്പോൾ ചിലപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ള വീഡിയോസിൽ ചിലപ്പോൾ ഏട്ടനുണ്ടാവും, ചിലപ്പോൾ ഏട്ടനുണ്ടാവില്ല, ചിലപ്പോൾ എല്ലാവരും കാണും. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോസ് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ഒരു ചാനലല്ലേ. അതങ്ങനെ വെറുതെ ഒന്നും ഇടാതെ ചുമ്മാ ഇങ്ങനെ എടുത്ത് കളയാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി തൊട്ടിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഞാൻ ഒറ്റയ്ക്ക് ട്രൈപോഡൊക്കെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്ന ഒരു രീതി ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഈ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിഷ്ണുവേട്ടൻ റിട്ടേൺ ഇങ്ങോട്ട് വരുന്നൊരു വീഡിയോയും അതുപോലെ കിടൂനെ സ്കൂളിലേക്ക് പൂട്ടാൻ പോയതും അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നമുക്ക് തോന്നുന്ന കുറച്ച് ക്ലിപ്പിംഗ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ഫേസ് ആണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും അല്ലേ. കാര്യം ചുമ്മാ കൈ ഭയങ്കര അല്ലെങ്കിൽ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിൽ പൊരിഞ്ഞൊക്കെ വരുന്ന രീതിക്കൊക്കെ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ ആക്കാറുണ്ടല്ലേ. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ലോഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ. സോ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോഷനോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവരുണ്ടാവില്ലേ. ഞാനും അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലോഷനൊക്കെ പരട്ടിയിരിക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം അങ്ങനെ മടിയുള്ളവർക്കും അതല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് കാണുന്നതിന് മുന്നേ ഞാനൊരു സൂത്രം കാണിക്കാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ ഡിറ്റക്ടർ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള ഓയിലും അതുപോലെ തന്നെ മോയ്സ്ചർ ഒക്കെ എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇത് ആദ്യം ഇതൊന്നും ഇങ്ങനെ ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ കാണിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നമുക്ക് അതൊന്ന് യൂസ് ചെയ്തതിന് ശേഷം എന്താന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് നമ്മുടെ മാമാർത്തിന്റെ സോപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ മാമാർത്തിന്റെ ഉക്ട മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് കേട്ടോ. ലോഷൻ സോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സോപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിന്ന് ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് വെക്കുന്നതും നമ്മുടെ ആ സ്കിന്നിന്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടർമറിക് ആൻഡ് സാൻഡൽവുഡ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കത്തില്ല, നല്ല സ്മൂത്ത് ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇത് മാമാർത്തിന്റെ വിറ്റാമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ വിറ്റാമിൻ സി ആൻഡ് ഹണിയാണ് കേട്ടോ അതുള്ളത്. അതുപോലെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാത്ത സോപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ മോയ്സ്ചറൈസിംഗ് ലോഷനാണ് അത് വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ വിത്ത് ആഡഡ് മോയ്സ്ചറൈസിംഗ് ലോഷനാണ് കേട്ടോ. ഇതിലൊരു പാക്കറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാക്കറ്റിൽ വരുന്നത് 4 സോപ്പായിട്ടാണ് ഒരു പാക്കറ്റിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്.
ഇതിപ്പോ ഒന്നാമത് ഇപ്പൊ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ഉപ്റ്റാനൊന്നും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിവരിച്ചു തരുന്ന ഒരു കാര്യമല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയും മിക്ക പ്രോഡക്ട്സിലും അടങ്ങിയിട്ടുള്ള 2 ഇൻഗ്രീഡിയന്റ് ആണ്, 2 ഇതാണ് അല്ലെ, വിറ്റാമിൻ ഇയും അതുപോലെ തന്നെ ഉപ്റ്റാനും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡെമോ ഒന്ന് കാണിച്ചാൽ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് മാമാർത്തിൻ്റെ വിറ്റാമിൻ സി സോപ്പാണ് കേട്ടോ. വിറ്റാമിൻ സി മോയ്സ്ചറൈസർ ലോഷൻ സോപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കയ്യിലെല്ലാം ഇച്ചിരി വെള്ളമാക്കിയതിന് ശേഷം ഞാൻ സോപ്പ് എടുത്തിട്ടൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സ്മൂത്ത് ആവുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കൈയൊക്കെ. അത് മാത്രമല്ല ഇത് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടാനൊക്കെ റിമൂവ് ആക്കാനും അതുപോലെ തന്നെ ജെൻ്റലി എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വിറ്റാമിൻ സിയുടെ ആണ് എടുത്തിട്ടുള്ളത്. അതാണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി നമ്മുടെ സ്കിന്ന് നല്ല ബെറ്റർ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. കയ്യിലല്ല ഇത് വാഷ് ചെയ്തല്ലേ. സോ നമുക്ക് ഇനി വിറ്റാമിൻ സിയുടെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് നമുക്ക് ഫേസിൽ ആ ഒരു ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ അതാ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഫേസ് വാഷ് ചെയ്തതിനു ശേഷമുള്ള നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നേരത്തെ എനിക്ക് പറഞ്ഞാൽ ഓയിലി ആയിട്ട് നടന്ന് 17 ആയിരുന്നു. ഇപ്പൊ എനിക്ക് 29 ആയിട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ്. ശരിക്കും നമുക്ക് ആ ഒരു യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഭയങ്കര ഒരു സ്മൂത്തിങ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇവിടെയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. 2 നല്ല അടിപൊളി സ്മെല്ലും കേട്ടോ. അപ്പൊ എന്തായാലും സംഭവം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാമാർത്ത് എന്ന് പറയുന്ന ഒരു നന്മയാണ്. അത് അവരുടെ പ്രൊഡക്റ്റിൽ മാത്രമല്ല അവർ നിലകൊള്ളുന്ന മൂല്യത്തിലും കാണാം. അതിന്റെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് പ്ലാൻ ഗുഡ് ഇനിഷ്യേറ്റീവ്. നമ്മൾ അവർ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു മരത്തിലേക്ക് ലിങ്ക് ചെയ്യും. 2025 കൂടി 10 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലെല്ലാം പ്രോഡക്റ്റ് മാമാർത്തിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ അടുത്തുള്ള സ്റ്റോറുകളിലും മാമാർത്തിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ അടുത്തുനിന്ന് ആരെങ്കിലും കാണി വാങ്ങിക്കുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാം കേട്ടോ. അപ്പൊ ഈ കാണുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് മാമാർത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പൊ ആശാനെ കൊണ്ടുപോകാൻ ആശാന്റെ അണ്ണന്മാർ എത്തിയിട്ടുണ്ട്. ഇത് അഭിയണ്ണൻ, ഇത് അനന്തു അണ്ണൻ, ഇത് ഉണ്ണിയണ്ണ ഇതൊന്ന് താത്തു. കഴിച്ച് ഉണ്ണിക്കുട്ടൻ മുടിയെല്ലാം വടിച്ച് താടിയെല്ലാം വടിച്ച്. താത്തിക്ക് പനിയൊന്നുമില്ല താത്തടാ താത്തിക്കോ നീ. അയ്യേ ഗൈസ്, ഇവര് കൃഷ്ണണ്ണി എന്നെയും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എന്നെ കൃഷ്ണണ്ണി അല്ല, ഞാനും വരും. എന്റെ കൃഷ്ണണ്ണി ഇല്ലാതെ ഏണ്ണല്ലി പടക്കിറന്ന് എന്നോട് നീ ഇല്ലാതെ എനിക്ക് സന്തോഷമില്ലെന്നൊക്കെ പറഞ്ഞേ. അബിക്ക് തുടങ്ങി ഗൈസ്. ആബിക്ക് ഒരുമാതിരി എന്തോ കേറുന്ന പോലെ ഇടയ്ക്ക് ആണോ പോ അറിഞ്ഞില്ല നിങ്ങൾ വന്നൊന്നും. വിളിക്കട്ടെ എല്ലാരും. അച്ഛ പോവാ അത്ര പൊന്നോ, അച്ഛ പോവാണ്. പോണ്ട പറ അച്ചോട്, അച്ചോട് പോണ്ട പറഞ്ഞു. ഉമ്മ കൊടുത്ത അച്ചക്ക് പോണ്ട പറ. നോ പറഞ്ഞ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തള. അച്ചോ ഓഹോ അപ്പൊ അങ്ങനെ ആയി ഗൈസ്. ബൈ. ചേട്ടൻ പോകുന്നു ഗൈസ്. ബൈ ബൈ. അഭി വീഡിയോ എടുക്കുന്നു എന്നൊക്കെ. ആ ബൈ. ആ മാമയ്ക്ക് ഇനി എല്ലാവർക്കും ഉമ്മ ഉമ്മ അമ്മയ്ക്കാണ്. അവൻ ആരെ വിളിക്കുന്നത് കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഉമ്മ അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനാ ചെല്ലേ. അച്ഛ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടോ. മാമ പോയിക്കോട്ടെ, മാമയുടെ ഒന്ന് പോണം. നമ്മളിവിടെ നിൽക്കുകയാണ്. അവൻ റൂമ് തന്നെ വിഷ്ണുട്ടൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും
അച്ഛ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പോയാല് പൊന്നാ അച്ഛ പോവും അമ്മടെ പൊന്നിങ് പോന്നേരെ പോയിക്കോട്ടെ ഡീസൻ കുഞ്ഞു. അമ്മയുടെ പൊണ്ണായണ്ടടി തങ്കോ അമ്മയുടെ തക്കതായണ്ട കേട്ടാ. ഓ ഓ മടിയടി തക്കര്. പോട്ടെ. അപ്പൊ എനിക്ക് മമ്മമ്മ കുടിക്കണ്ടേ? മമ്മമ്മ കുടിച്ചേ. ആ കാറിക്കയറുമ്പോ ഇങ്ങടെ വരും. ബൈ ബൈ. കണ്ണിലല്ല ബാഗ് അനന്തു പുതിയ ഷർട്ടും പുതിയ പാന്റും വാങ്ങിയെന്ന് പറയാൻ പറഞ്ഞു പോയി. ഇന്നലെ പോയി ക്ലീനപ്പ് ഒക്കെ ചെയ്ത് അനന്തു വന്നത്. അഭി ഉണ്ടായിരുന്നു ക്ലീനപ്പ് ചെയ്യാൻ. ഫോട്ടോ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. നല്ല ഫോട്ടോയാ അബിയുടെ അനന്തുവിന്റെ. അബി ക്ലീനപ്പ് ഒക്കെ ചെയ്തു. നല്ല ഫോട്ടോ. അമ്മയുടെ പൊന്നോ അമ്മ വേണ്ടേ? അപ്പൊ അമ്മയുടെ പൊന്നുണ്ടാ വേണ്ടെന്ന പൊക്കോ. അമ്പുടെ അമ്പുടെ ശരി. അയ്യേ അച്ഛേ അമ്മേ അമ്മമാരൊന്നും പോകുന്നില്ല ട്ടാ. അവനങ്ങനെയാ. എല്ലാരും കുശുംബന്മാരും കുശുംബികളും. ബൈ. അളിയനെ വിളിച്ചു പോന്നു സാർ. ബൈ 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 ഗൈസ്. നിങ്ങൾ എന്നോട് പോരാൻ പറയാത്തോണ്ടാ ഞാൻ പോരാത്തല്ലേ. ഞാൻ പോന്നേനെ. അല്ല നിങ്ങൾ ചോദിക്കാത്തോണ്ടാ. വിഷ്ണുനോട് ചോദിച്ചോ. ഞാൻ റൂമിൽ നിന്ന് പറഞ്ഞു നിങ്ങളൊന്നും എന്നെ വിളിച്ചില്ലെന്ന്. അല്ലേ ഞാൻ വന്നേനെ. ഇനി ഞാൻ സത്യം പറയട്ടെ. അത് വിഷ്ണുട്ടൻ തള്ളിയതാ. അല്ല സത്യം അത് വിഷ്ണുട്ടൻ തള്ളിയതാ. എന്റെ ഇടയ്ക്ക് കൂടെ ഒരു തള്ളലപ്പോ. നിങ്ങളെന്നെ വിളിക്കാത്തതുകൊണ്ടാ ഞാൻ വരാത്തേന്നുള്ളത് സത്യമാ. നിങ്ങളെന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നേനെ വീട്ടിലോട്ട്. അതാ ഞാൻ വരാത്തെ. കണ്ണമോനെ അമ്മയുടെ ചക്കര വാവ വാ. നമ്മുടെ പൊന്നുണ്ണ ചക്കര കുട്ടി എത്തു. കണ്ണൊക്കെ തുടച്ചാൽ അമ്മടെ നോക്കിക്കേ. അമ്മയെ നോക്കിക്കേ. അമ്മയുടെ പൊന്നു അമ്മ കരയണം. ശരി അമ്മ പോയേക്കാം. പൊക്കോ വാടി കരയിക്കാതി. അമ്പടോ വീഴും. ഇവിടെ ഇറങ്ങിക്കാമ്പടെ പടക്കം. ധൈര്യശാലി ഓടി വരുന്നുണ്ട്. ട്ടോ പൊട്ടുണ്ടാ പിന്നെ പതുക്കെ ഇറങ്ങിയാ പതുക്കെട് വായോ. അതേ പോയി. അവൻ ഇറങ്ങി കയറി ചെയ്തോണ്ടിരിക്കാണ്. എപ്പൊ തുടങ്ങിയത് അറിയോ? അമ്പുടു അവിടെ എന്താ അമ്പുടു ഉള്ളത്? അമ്പുടു ബാബയുണ്ടോ അവിടെ? പൊന്നെ ബാബയുണ്ടോ അവിടെ? കണ്ണാ ബാബയുണ്ടോ അവിടെ? അപ്പൊ ഗൈസ് നമ്മള് രാവിലെ അമ്പുടൂനെ കിടൂനെ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മള് ആദ്യായിട്ടോ അവസാനായിട്ടോ ഏതാ വന്നിട്ടുണ്ടെന്തോ. ഇല്ല വന്നിട്ടുണ്ടാ എടാ വന്നിട്ടുണ്ട്. പോവട്ടന്മാരെ. അല്ല ഞാനിപ്പൊ ഇന്ന് കിടൂനകത്ത് എടുക്കാൻ ഞാൻ വരാൻ കാരണം എന്താ ഗൈസ്, രാത്രി 1 മണിയാകുമ്പോ കീട് പളവളാന്ന് ഇരുന്നിട്ട് ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കാ. അപ്പൊ ഞാൻ ആ ബോക്സ് വാങ്ങി വെച്ചപ്പോ അവൻ കരഞ്ഞു. ഞാനപ്പൊ വാങ്ങി വെച്ചപ്പോ അവൻ കരഞ്ഞു ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ അവൻ കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി. ഞാനിട്ട് അത് തിരിച്ചു കൊടുത്തു.
പക്ഷെ അവൻ കരഞ്ഞ അങ്ങനെ ഉറങ്ങി, എന്നോട് പിണങ്ങിയാ ഉറങ്ങിയത്. അപ്പൊ രാവിലെ എണീറ്റപ്പോ തന്നെ അവൻ സ്കൂളിലേക്ക് വന്നു, അവനെ കണ്ടില്ല. അപ്പൊ എനിക്കൊരു വിഷമം. അപ്പൊ ഞാൻ ഓർത്തുന്ന അവനെ സ്കൂളിലേക്ക് എടുക്കാൻ വേണ്ടി വരാം, അപ്പൊ അവനെ കാണാലോ ഒന്ന്. എന്നിട്ട് അവന്റെ മൈൻഡ് ചെയ്യില്ല അത്ര, എന്നോട് പിണങ്ങി ഇറക്കാത്ര. അമ്മ ഞാൻ പിണക്കുവാന്നൊക്കെ. ആരാടാ എടാ നീ അത് പറയരുത്. കിടുവിനൊക്കെ അമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. കിടുവൊക്കെ അമ്മ വന്നാ പിന്നെ ഉറങ്ങുന്ന തന്നെ 2 മണിക്കാ. എന്റെ റൂമിൽ നിന്ന് പോലും പോലും എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് കിടന്നു. അവൻ ആരടുത്ത് പോയി കിടക്കില്ല, എന്റെ അടുത്ത് കിടന്ന് അവിടെ ഉറങ്ങും. ഗൈസ് താട്ടം കുട്ടിയെ കൊണ്ടുവരാൻ പോകും. അവന്റെ വിചാരം ഞാൻ ഇറങ്ങുന്ന അവൻ കരുതിയത്, പക്ഷെ ഞാൻ ഇറങ്ങില്ല. ട്രൗസറിൽ അപ്പേട്ടും പോണത്. അവൻ എന്നോട് പറഞ്ഞു ആ മാമ ഇങ്ങോട്ട് വരും കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറാൻ തുടങ്ങിയപ്പോ തന്നെ അവൻ പറഞ്ഞു വേണ്ടിട്ട് കുട്ടിയോട് കൊണ്ടുതരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതാ ഇവൻ എന്തൊരു ദുഷ്ടനാ. ഇവര് പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ കിടുന്ന് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ഓടിക്കേറിയതായിരുന്നു. അപ്പൊ അത് കാരണം അവര് വരട്ടെ, ഇപ്പൊ തുള്ളി കളിച്ച് വരും. എവിടെ ആരെ വണ്ടി ഓടിക്കണേ? കമ്പിടോ ഞാനല്ലോ അന്നോട് ഞാനോ അമ്പുടുവിനെ വേണ്ട അമ്മക്ക്. അമ്മനോട് പിണങ്ങിയാണോ രാവിലെ പോയിട്ട് മിഠായി തരാത്തിന്? ഈ അമ്മനോട് പിണങ്ങി പോയി കടന്നുറങ്ങിയിരുന്നല്ലേ. രാവിലെ നീച്ചപ്പോ അമ്മാനെ സ്കൂളിനെ കണ്ടില്ല. അപ്പൊ അമ്മാന് ശങ്കടായി. കുഞ്ഞിട്ടിടും എന്റെ അങ്ങനെ തുന്നിട്ടിടും. അപ്പൊ വന്നോ താട്ട് ചുമ്മെടുക്ക്. എന്റെ കുട്ടി താട്ടിന് തിരക്കൊന്ന് രാവിലെ തൊട്ടിട്ട് അറിയാവോ? അറിയാവോ? രാവിലെ തൊട്ട് താട്ടിന് തിരക്ക് വന്നു. ഇവിടെ വാടാ, ഇവിടെ വരാം, ഇവിടെ വാടാ, ഇവിടെ വരാം. ഇതുണ്ടോ ഇതൊക്കെ ഇവര് മറിച്ച് ഇവിടെ വീഴ്ത്തിയിട്ട് ഇവിടെ കൂടെ അലങ്കോലാക്കിയതാ. ഇവിടെ എന്താ രണ്ടുപേരും മണി ഇവിടെ? അമ്പുണ്ണിയേ എവിടാ കിടക്കുന്ന? എണീച്ചാ തുണി എടുത്തോണ്ട് മാറ്റിട്ട് അടുക്കളക്ക് ഇട്ടത്. അപ്പൊ അമ്പുടുവാണെങ്കിൽ ഇത് ഇവിടെ കിടന്ന് ഉള്ളിൽ കഴിഞ്ഞ അമ്പുടുവിന് മേലെ ഇട്ടുകൊണ്ട് അമ്പുടുവിനെ കിടത്താൻ വേണ്ടിയിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീരിയല് കണ്ടിട്ട് ഇവിടെ അങ്ങനെ കിടക്കണു. എന്തൊരു സൗണ്ടാ ഇവിടെ. എടുത്തമ്മ കുളിക്കാൻ കയറിയേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ടിവിയുടെ സൗണ്ട് കാരണം കേസ് ഒന്നും കേൾക്കാൻ വയ്യ. അപ്പൊ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ മഞ്ഞ കാണുന്നത് ഞാൻ എന്താ പറയുക ഇട്ടതാണ് കേട്ടോ. അതായത് മറ്റേ രാവിലത്തെ മുട്ടയുടെ ഉണ്ണിയാണത്. കാര്യം മുട്ടയുടെ ഉണ്ണി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് തെച്ചേക്കാണ് കേട്ടോ. പിന്നെ രാത്രിത്തേക്ക് ഞാനെന്നാ ഒരു എന്താ പറയുക സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വൈറ്റ് കടല എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാത്രി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊന്നും പക്ഷെ നടന്നില്ല. അപ്പോൾ ഇനി ഉച്ചത്തേതൊക്കെ രാവിലത്തേതൊക്കെ അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ രാത്രി വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് വയ്യ. തണ്ണിമത്തനുണ്ട്, നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്ത് തിന്നാലും. ഓക്കെ എന്നാൽ പിന്നെ അത് തിന്നേക്കാം. തണ്ണിമത്തൻ കട്ട് ചെയ്ത് കഴിക്കാൻ വയ്യ, മടി. അത് കാരണം ഞാൻ തണ്ണിമത്തൻ എടുത്തില്ല. അത് മാത്രമല്ല കണ്ണമോനൊക്കെ ചുമയാണ്. അപ്പോൾ ചിലപ്പോൾ കണ്ണമോൻ കണ്ടുകഴിഞ്ഞാൽ അവന് വേണ്ടി വരും. അപ്പോൾ അവന് കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ ഒരു പഴം എടുത്തു. റോബസ്റ്റ് ആണ് കേട്ടോ. അത് തിന്നു. ഗൈസ് ഞാനാണെങ്കിൽ 2 നട്ട്സ് എടുത്തോണ്ട് വന്നതാണ്. അപ്പം എൻ്റെ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് കിടന്ന് നട്ട്സ് തിന്നാണില്ലേ. അമ്മാനൊരു ഉമ്മ തരുമോ? എച്ചുണ്ടോ? മോളെ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ശുണ്ടേരി അല്ലേ? അമ്മ തിന്നണ്ടേ? ഹായ് പറഞ്ഞ എല്ലാരോടും. ഹായ് 1 2 3 പറഞ്ഞ. 1 2 3. അമ്പുടേ കുളിച്ചാ പൊന്നെ? അങ്ങനെ കുളിച്ച ആരെ കുപ്പിച്ചെന്ന്?
അമ്മമ്മ കുപ്പിച്ചെന്നോ? പാപ്പ പൂച്ച ആരാ പാപ്പ തന്ന്? അമ്മമ്മയാണ് പാപ്പണ്. പിന്നെ പാപ്പൻ തന്നത് ആരാ? ആരാ പാപ്പൻ തന്നത്? എന്നാ അമ്മമ്മ അതാ കിച്ചുവിനെ കൂട്ടിലിടാൻ പോണു. പോയോക്ക് ചെല്ല്. കിച്ചുനും അമ്മ കൊടുക്കാൻ പോണ അമ്മമ്മ. വേഗം ചെല്ല്. ഓ അമ്മ പിടിച്ചപ്പുറത്ത് കൂടെ. പിടിച്ചോട്ടോ. മനെ താത്തിക്കത്തുമ്പോ വിടരുത് കേട്ടോനെ. കൈ വിടരുതിട്ടോ മോനെ. കാലോടൊന്ന് അടിക്കൂ. മതി വാ പോവാ. മതി പോവാ നമുക്ക്. ഞാൻ നാളെ വരെ കാട്ടനെ കൊടുന്നാക്കാൻ നമുക്ക്. വാ ഇവിടുന്ന്. എന്റെ ഇതൊക്കെ ചക്ര. അമ്മ ചക്രം അമ്മ കേടാ കേടാ. അമ്മ ചക്രം കേടാ. അമ്മേന്റെ ചക്രം കേടാണെന്ന്. എന്താ മാമ ചീത്ത പറയും. ആട് എവിടെ പോന്ന്? ബാഗൊക്കെ ഇട്ട് കുളിച്ചോ? ആരുടെ കുളിക്കാ പോണ്? ആരുടെ കുളിക്കാ പോണ് കുഞ്ഞ്? തൊഴുതാ